വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് തന്നെ ആദ്യം വി.എസ്. അച്യുതാനന്ദന്റെ പത്മവിഭൂഷൺ പുരസ്കാരം നിരസിക്കാൻ ഇപ്പോൾ കുടുംബം തീരുമാനിച്ചിരിക്കുന്നു എന്ന വാർത്ത തന്നെയാണ്. പുരസ്കാരം നിരസിക്കുമെന്ന് മകൻ അരുൺകുമാർ അറിയിച്ചു. വി.എസിന്റെ പൊതുജീവിതത്തോടുള്ള ആദരമായി ഇത് കാണുന്നു. ഇത്തരം ഔദ്യോഗിക പുരസ്കാരങ്ങൾ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രസ്ഥാനത്തിന് വ്യക്തമായ രാഷ്ട്രീയ നിലപാടുകളുണ്ട്. പാർട്ടി നേതാക്കളാരും ഇത്തരത്തിലുള്ള സർക്കാരിൻ്റെ ഔദ്യോഗിക പുരസ്കാരങ്ങൾ സ്വീകരിച്ചിട്ടില്ല. വി.എസിന്റെ ആദർശങ്ങൾക്കും പാർട്ടി നിലപാടുകൾക്കും ഒപ്പമായിരിക്കും കുടുംബത്തിന് തീരുമാനമെന്നും വി.എസിന്റെ മകൻ വി.എ. അരുൺകുമാർ അറിയിച്ചു. ഏതായാലും ഇക്കാര്യം പാർട്ടി ജനറൽ സെക്രട്ടറിയെയും അറിയിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. എം.എ. ബേബി ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. വി.വി. അരുൺ വിവരങ്ങളുമായി ചേരുകയാണ്. അരുണ്, ഈ പുരസ്കാരവുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടം മുതൽ ചില വിവാദങ്ങളൊക്കെ ഉയർന്നിരുന്നു, ഇങ്ങനെ ഒരു കീഴ്വഴക്കമില്ല എന്നുള്ളത്. പക്ഷെ അപ്പോഴും മനസ്സ് വ്യക്തമാക്കിയിരുന്നില്ല കുടുംബം. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? വി.എസിന്റെ കുടുംബം പത്മവിഭൂഷൺ നിരസിക്കും, പാർട്ടി തീരുമാനത്തിനൊപ്പം നിൽക്കുമെന്നാണ് വി.എസിന്റെ മകൻ വി.എ. അരുൺകുമാർ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. രാഷ്ട്രപതി ഭവനിൽ നിന്നുള്ള ഈ അറിയിപ്പ്, വി.എസിന് പത്മവിഭൂഷൺ പുരസ്കാരം നൽകാനുള്ള അറിയിപ്പ് ഔദ്യോഗികമായി ലഭിച്ചതിന് പിന്നാലെയാണ് വി.എസിന്റെ മകൻ വി.എ. അരുൺകുമാർ ഇത്തരം ഒരു ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത്. പാർട്ടി വി.എസ്. എക്കാലവും പാർട്ടി നിലപാടിനൊപ്പം തന്നെയാണ്. അതുകൊണ്ട് തന്നെ വി.എസിന്റെ കുടുംബവും ഈ കാര്യത്തിൽ പാർട്ടി തീരുമാനത്തിനൊപ്പം നിൽക്കും. പാർട്ടി തീരുമാനം എന്ന് പറയുമ്പോൾ ഈ ഇ.എം.എസിന്റെ കാലത്താണ് ആദ്യം ഒരു CPM നേതാവിന് പത്മ പുരസ്കാരത്തിന് ശുപാർശ ചെയ്തത്. അന്ന് ഇ.എം.എസ് അത് നിരസിച്ചു. അടൽ ബിഹാരി വാജ്പേയിക്കൊപ്പമാണ് കോൺഗ്രസ് സർക്കാർ, നരസിംഹറാവു സർക്കാർ ഇ.എം.എസിന് പത്മവിഭൂഷൺ പുരസ്കാരം പ്രഖ്യാപിച്ചത്. എന്നാൽ അത് അദ്ദേഹം സ്വീകരിച്ചില്ല. പിന്നീട് 96-ൽ കോൺഗ്രസ് സർക്കാർ തന്നെ ജ്യോതി ബസുവിന്, ബംഗാൾ മുഖ്യമന്ത്രിയായ ജ്യോതി ബസുവിന് ഭാരതരത്ന നൽകാൻ തീരുമാനമെടുത്തു. അത് അദ്ദേഹത്തോട് അനുമതി നേടിയതിനു ശേഷം പ്രഖ്യാപിക്കാനായിരുന്നു ആലോചന. പക്ഷേ ജ്യോതി ബസു പാർട്ടിയും വന്നത് നിരസിച്ചു. പിന്നീട് ഹർകിഷൻ സിംഗ് സുർജിത്ത്, CPM ജനറൽ സെക്രട്ടറി ആയിരുന്ന ഹർകിഷൻ സിംഗ് സുർജിത്തിനും സമാനമായ പത്മവിഭൂഷൺ പുരസ്കാരമാണ് അദ്ദേഹത്തിനും നിർദ്ദേശിക്കപ്പെട്ടത്. അദ്ദേഹം അത് നിരസിച്ചു. പിന്നീട് ബുദ്ധദേവ് ഭട്ടാചാര്യയും പത്മവിഭൂഷൺ പുരസ്കാരം, ബംഗാൾ മുഖ്യമന്ത്രിയായിരുന്നു. അങ്ങനെ 4 പ്രധാനപ്പെട്ട നേതാക്കൾ, നേരത്തെ തന്നെ CPM നേതാക്കൾ പത്മവിഭൂഷൺ, ഭാരതത്തിന് അടക്കമുള്ള പുരസ്കാരങ്ങൾ നിരസിച്ചതാണ്. ആ പാതയിലൂടെ വി.എസിന്റെ കുടുംബവും സഞ്ചരിക്കുമെന്ന് വേണം ഇപ്പോൾ ഈ ഫേസ്ബുക്ക് കുറിപ്പിൽ മനസ്സിലാക്കാൻ. വി.എസിന്റെ കുടുംബം CPM ജനറൽ സെക്രട്ടറി എം.എ. ബേബിയുമായി ബന്ധപ്പെട്ട് പാർട്ടി തീരുമാനത്തിനൊപ്പം നിൽക്കും. പാർട്ടി എന്താണോ തീരുമാനമെടുക്കുന്നത്, അല്ലെങ്കിൽ പാർട്ടിയുടെ രീതി എന്താണോ അതിനൊപ്പം നിൽക്കുമെന്ന് പാർട്ടി നേരത്തെ വ്യക്തമാക്കിയത്. വി.എസിന്റെ കുടുംബം സന്തോഷത്തോടു കൂടി ഇത് സ്വാഗതം ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ അതിൽ പാർട്ടി ഇടപെടില്ല. വി.എസിന്റെ കുടുംബം സ്വീകരിക്കുമെന്ന് പറഞ്ഞാൽ അതിനൊപ്പം തന്നെ പാർട്ടി നിൽക്കുമെന്ന് എം.വി. ഗോവിന്ദനും എം.എ. ബേബി അടക്കമുള്ള CPM നേതാക്കൾ വ്യക്തമാക്കിയത്. പക്ഷേ ഇപ്പോൾ കുടുംബം നിലപാട് തിരുത്തുകയാണ്. പാർട്ടി രീതിക്കൊപ്പം പാർട്ടിയുടെ ഇതുവരെയുള്ള പത്മ പുരസ്കാരങ്ങളോടൊപ്പമുള്ള പുരസ്കാരങ്ങളിൽ പാർട്ടി ഇതുവരെയുള്ള ശൈലിക്കൊപ്പം നിൽക്കുമെന്ന് കുടുംബം വ്യക്തമാക്കുന്നു. അങ്ങനെയെങ്കിൽ തീർച്ചയായും വി.എസിന്റെ കുടുംബം പത്മ പുരസ്കാരം സ്വീകരിക്കില്ല. അത് കേന്ദ്ര സർക്കാരിനെ അറിയിക്കാനാണ് സാധ്യത. വി.എസ്. ജീവിച്ചിരുന്നെങ്കിൽ ഇത് സ്വീകരിക്കില്ല തരത്തിൽ നേരത്തെ തന്നെ CPM സൈബർ ഹാക്കറിൽ വലിയ ചർച്ചകൾ ഉണ്ടായിരുന്നു. കാരണം CPM-ന്റെ രീതി അനുസരിച്ച് സ്റ്റേറ്റ് നൽകുന്ന, രാഷ്ട്രം നൽകുന്ന പുരസ്കാരങ്ങൾ സ്വീകരിക്കാറില്ല. ജനസേവനത്തിനാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ ജീവിതം. അതുകൊണ്ട് തന്നെ അതിൽ ഇത്തരത്തിലുള്ള പുരസ്കാരങ്ങൾക്ക് പുറകെ പോകാൻ പാടില്ല എന്നാണ് CPM-ന്റെ രീതി. നേരത്തെ മാഗ്സസെ അവാർഡ് CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ K.K. ശൈലജയ്ക്ക് ലഭിച്ചിരുന്നു. പക്ഷെ അവരും പാർട്ടി തീരുമാനപ്രകാരം അത് നിരസിക്കുകയാണ് ചെയ്തത്. അത്തരത്തിൽ CPM-ന്റെ മുൻ കാലത്ത് നേതാക്കൾ ചെയ്ത അതേ മാതൃകയിൽ വി.എസിന്റെ കാര്യത്തിൽ വി.എസിന്റെ കുടുംബവും തീരുമാനമെടുക്കുകയാണ്. അതായത് ഈ പാർട്ടി വിഷയത്തിൽ ഒരു വ്യക്തമായ നിലപാട് പറഞ്ഞിരുന്നില്ല, ഒരു പ്രസിഡന്റ് ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ചെയ്തത്. കുടുംബത്തിന്റെ തീരുമാനത്തിന് കാര്യങ്ങൾ വിട്ടുകൊടുക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ ആലോചനയ്ക്ക് ശേഷം കുടുംബം അത് തീരുമാനിക്കുന്നു. ഇനി പാർട്ടി കൂടി ഈ വിഷയത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കേണ്ടി വരും, അല്ലേ? തീർച്ചയായിട്ടും പാർട്ടി കുടുംബത്തെ തടഞ്ഞു എന്ന ഒരു വ്യാഖ്യാനം ഉണ്ടാക്കാൻ CPM ആഗ്രഹിക്കുന്നില്ല. വി.എസിന് ഇങ്ങനെ പുരസ്കാരം ലഭിക്കുമ്പോൾ അത് പാർട്ടി ഇടപെട്ട് വേണ്ട എന്ന് പറഞ്ഞു എന്നൊരു വ്യാഖ്യാനം ഉണ്ടാകാൻ CPM ആഗ്രഹിച്ചില്ല. അതുകൊണ്ടാണ് കുടുംബം എന്ന് തീരുമാനമെടുക്കുമ്പോൾ അതിനൊപ്പം പാർട്ടി നിൽക്കുമെന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദനും ജനറൽ സെക്രട്ടറി എം.എ. ബേബിയും ഒക്കെ വ്യക്തമാക്കിയത്. കുടുംബം ആദ്യഘട്ടത്തിൽ ഇതിലൊരു പാർട്ടിയായ തീരുമാനമല്ല എടുത്തത്. പകരം ഒരു സ്വാഭാവികമായ ഒരു പുരസ്കാരം, വി.എസിന് മരണാനന്തര ബഹുമതിയായ ഒരു പുരസ്കാരം ലഭിക്കുമ്പോൾ അത് സ്വീകരിക്കാം, അതിന്റെ സന്തോഷം പങ്കിടുകയാണ് കുടുംബം ചെയ്തത്. ഇന്നത്തെ ഫേസ്ബുക്ക് കുറിപ്പിലും അരുൺകുമാർ അത് പറയുന്നുണ്ട്. വി.എസിന് ലഭിച്ചത് വലിയ അംഗീകാരം തന്നെയാണ്, അദ്ദേഹത്തിന് ജനസേവനത്തിന് ലഭിച്ച അംഗീകാരമാണ്. പക്ഷേ അത് സ്വീകരിക്കുന്ന കാര്യത്തിൽ പാർട്ടി നിലപാടുണ്ട്. വി.എസ്. എക്കാലവും പാർട്ടിക്കൊപ്പം, പാർട്ടി നിലപാടിനൊപ്പം സഞ്ചരിച്ചയാളാണ് അദ്ദേഹം.
അടിമുടി പാർട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കാലത്ത് ജനകീയ പോരാട്ടങ്ങളുടെ അതിഥിതമായ രാഷ്ട്രീയ നിലപാടുകളിലൂടെയും പതിറ്റാണ്ടുകളോളം കേരള സമൂഹത്തിനൊപ്പം സഞ്ചരിച്ച VS ജനങ്ങൾ കാണിക്കുന്ന സ്നേഹവും ബഹുമാനവും എന്നും ഞങ്ങൾക്ക് വലിയ കരുത്താണ്. ഈ പുരസ്കാരം അദ്ദേഹത്തിന്റെ പൊതുജീവിതത്തോടുള്ള ആദരമായി കണക്കാക്കുന്നു. എങ്കിലും ഇത്തരം ഔദ്യോഗിക പുരസ്കാരങ്ങൾ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രതിദാനം ചെയ്ത പ്രസ്ഥാനത്തിനുള്ള രീതിയുണ്ട്, ആ പ്രസ്ഥാനത്തിനുള്ള വ്യക്തമായ രാഷ്ട്രീയ നിലപാടുകളുണ്ട്. ആ മൂല്യങ്ങളെയും പാർട്ടിയുടെ തീരുമാനങ്ങളെയും ഒരു കമ്മ്യൂണിസ്റ്റ് അദ്ദേഹം എപ്പോഴും മുറുകെ പിടിച്ചിരുന്നു. പിതാവിന്റെ ആദർശങ്ങൾക്കും പാർട്ടി നിലപാടുകൾക്കും ഒപ്പമായിരിക്കും ഇക്കാര്യത്തിൽ കുടുംബത്തിന് തീരുമാനമെന്ന് അരുൺകുമാർ വ്യക്തമാക്കുന്നു. VSന്റെ ജനഹൃദയങ്ങളിൽ ലഭിച്ചിട്ടുള്ള സ്ഥാനമാണ് ഏതൊരു പുരസ്കാരത്തെക്കാളും വലുതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ജനങ്ങൾ അദ്ദേഹത്തിന് നൽകുന്ന സ്നേഹവായ്പകൾക്ക് നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഫേസ്ബുക്ക് കുറിപ്പ് അരുൺകുമാർ അവസാനിപ്പിക്കുന്നത്. അതായത് പത്മ പുരസ്കാരത്തിനേക്കാൾ വലുത് ജനങ്ങൾ നൽകിയ പുരസ്കാരമാണ്. അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം, അദ്ദേഹത്തിന്റെ പാർട്ടി അത്തരം പുരസ്കാരങ്ങളോട് എക്കാലവും നോ പറഞ്ഞിട്ടുള്ള പാർട്ടിയാണ്. ആ പാർട്ടിയുടെ നിലപാടിനൊപ്പം തന്നെ VSന്റെ കുടുംബവും നിൽക്കുമെന്ന് വ്യക്തമാക്കുകയാണ് അരുൺകുമാർ. CPM സ്വാഭാവികമായും കുടുംബത്തിന്റെ നിലപാടിനെ ഈ ഘട്ടത്തിലും കുടുംബത്തിന്റെ നിലപാട് അംഗീകരിക്കുമെന്ന ഒരു പ്രതികരണം തന്നെയാകും CPMന്റെ നേതൃത്വത്തിൽ നിന്നുണ്ടാകാൻ പോകുന്നത്. തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും VS അച്യുതാനന്ദന് നൽകാനിരിക്കുന്ന പുരസ്കാരം പത്മവിഭൂഷൺ അത് നിരസിക്കാൻ കുടുംബം തീരുമാനിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. പാർട്ടി തീരുമാനത്തിനൊപ്പം കുടുംബം നിൽക്കുമെന്നാണ് മകൻ അറിയിക്കുന്നത്.